പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായിട്ട് രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തതിനു ശേഷം ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഡൽഹി പോലീസ് ആരംഭിച്ചത്. ഇത് വലിയ തോതിൽ രാജ്യത്ത് തന്നെ ചർച്ചയായിരിക്കുകയാണ്. ഇതിനുശേഷമാണ് ഇപ്പോൾ AICC ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ഫ്ലക്സ് ബോർഡുകൾ പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിയുടെയും ബാറ്റ്മാന്റെയും ഒക്കെ തന്നെയും ദൃശ്യങ്ങളാണ് ഉള്ളത്. അതായത് ബാറ്റ്മാനോടൊപ്പം ഉപമിക്കുന്ന തരത്തിലാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുള്ളത്. സൈലന്റ് ഗാർഡിയൻ, എ വാച്ച്ഫുൾ പ്രൊട്ടക്ടർ എന്ന ഒക്കെ തന്നെയും ഇതിനകത്ത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ആളുകളാണ് ഇത്തരത്തിൽ ഈ ഫ്ലക്സ് ബോർഡുകൾ ഇവിടെ പൂർണ്ണമായിട്ടും ഇങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നത്. നിരവധി ഫ്ലക്സ് ബോർഡുകളാണ് ഈ മേഖലയിലൊക്കെ തന്നെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജാഗരൂകനായിട്ടുള്ള സംരക്ഷകൻ, യഥാർത്ഥ ജീവിതത്തിലെ ബാറ്റ്മാൻ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ ഇതിലൂടെ ഈ കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകർ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഡൽഹിയിലെ അക്ബർ റോഡിലുള്ള AICC ആസ്ഥാനത്താണ് ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു രാഹുൽ ഗാന്ധിക്കുള്ള ഒരു പ്രശംസ AICC യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി 6 മണിക്കൂറോളം കുത്തിയിരിപ്പ് സമരം നടത്തിയതിനു ശേഷമാണ് സാഹിലിന്റെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഡൽഹി പോലീസ് തയ്യാറായിട്ടുള്ളത്. സാഹിലിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഡൽഹി പോലീസ് നിർബന്ധിതമാവുകയും ചെയ്തിട്ടുണ്ട്. 2ാം സർജിക്കൽ സ്ട്രൈക്കായിരുന്നു രാഹുൽ ഗാന്ധിയുടേത് എന്നുള്ളതാണ് കോൺഗ്രസ് തന്നെ ഈ ഒരു കുത്തിയിരിപ്പ് സമരത്തെ ഇപ്പോൾ വിശേഷിപ്പിച്ചിരുന്നത്. ആദ്യത്തേത് നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കളൊക്കെ തന്നെയും എത്തുകയും അത് വലിയ ഒരു സമരമായിട്ട് മാറുകയും ചെയ്തു. അതിനുശേഷം ഈ പെല്ലറ്റ് ആക്രമണം ഉൾപ്പെടെ പോലീസിന്റെ അതിക്രമത്തിൽ BJP നേതൃത്വവും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറുപടി പറയണമെന്നുള്ള കാര്യം നിരന്തരം രാഹുൽ ഗാന്ധിയും മറ്റു പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഒക്കെ തന്നെയും പാർലമെന്റിൽ ആവശ്യപ്പെട്ടെങ്കിൽ പോലും അമിത്ഷാ പാർട്ടിയിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു നിലപാടിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു കുത്തിയിരിപ്പ് സമരത്തിലേക്കടക്കം രാഹുൽ ഗാന്ധി കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ തോതിൽ ഇപ്പോൾ ബാറ്റ്മാനോടക്കം ഉപമിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ AICC ആസ്ഥാനത്തിന് സമീപം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിലെ മറ്റു മേഖലകളിലും ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് ബോർഡുകളൊക്കെ തന്നെയും ഉയർന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഇതിന് വലിയ പിന്തുണയും ലഭിക്കുകയാണ്. കാരണം ചാത്രോങ്കി കൂച്ച് അടക്കമുള്ള ചടങ്ങുകളിൽ എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി പെൺകുട്ടികളുടേതടക്കമുള്ള പരാതികൾ പൂർണ്ണമായിട്ടും കേൾക്കുകയും അതിൽ ഇനി നടപടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു വാഗ്ദാനം രാഹുൽ ഗാന്ധിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ഈ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അത് വേഗത്തിലാക്കണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സർജിക്കൽ സ്ട്രൈക്ക് 2.0 വലിയ വിജയമായതിനു ശേഷമാണ് ഇത്തരത്തിൽ ബാറ്റ്മാനോട് ഉപമിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ AICC ആസ്ഥാനത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.